മൊട്ടാജി എന്താ പറയുക? 320 രൂപ. 420 രൂപ. ഓക്കെ ഓക്കെ. ഇന്ന് നമ്മൾ കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ചായക്കടയിലും 12 രൂപയാണ് ചായക്കും കടിക്കും റേറ്റ് വരുന്നത്. ആ സമയം എ സി ഇട്ട് ആണെങ്കിൽ മിനിമം 15 രൂപ കൊടുക്കേണ്ടി വരും. ഇനി കടിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലോ കടിയുടെ ലുക്കിനും നിറത്തിനും വെറൈറ്റി പേരും അനുസരിച്ചിട്ട് 20, 25, 30 രൂപ അങ്ങനെ നീളും. ആ സമയത്താണ് ചേട്ടൻ വെറും 7 രൂപയ്ക്ക് 3 മുട്ട വെച്ച് കൊടുക്കുന്നത്. 20 രൂപയ്ക്ക് 3 മുട്ട വെച്ച് കൊടുക്കുന്നത്. സാണപ്പിന്റെ പരിശോധനയോടെ കൊണ്ടായിട്ട് നാസർ ജോബ് എന്ന് പേര് ഇട്ടിട്ട് കാണുന്ന ചേട്ടൻ വലിയ മനസ്സ്. അതിന് താഴെ കൂടെ പോകുന്നവർക്കും പെട്ടെന്ന് മനസ്സിലാവത്തില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഞാനവിടെ ചെന്നപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ല തിരക്ക് ഉണ്ടെങ്കിൽ പോലും അതെല്ലാം നാസർക്ക് എൻ്റെ സ്ഥിരം കസ്റ്റമേഴ്സാണ്. കാരണം വേറൊന്നുമല്ല, വഴി കൂടെ പോകുന്നവർ പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അത്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കട ഇവിടെ പ്രവർത്തിക്കുന്ന അധികം ആൾക്കാർ അറിയുന്നില്ല താനും. പക്ഷേ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ട് നടക്കുന്ന ഈ കടയുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പത്തരിപ്പാലം മെട്രോ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ ആയിട്ട് ഇതേപോലെ തന്നെ കുമഞ്ചേരി ഹാർഡ്വെയർസിൻ്റെയും സ്റ്റാർ മലബാർ ഹോട്ടലിനൊക്കെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു കട പ്രവർത്തിക്കുന്നത്. മുട്ടബജി മാത്രമല്ല കേട്ടോ, മുളക് ബജി, കായബജി അങ്ങനെ ബജി ഐറ്റംസ് എല്ലാം 20 രൂപയ്ക്ക് 3 വെച്ച് കിട്ടും. ഇനി ഞാൻ വേറെ കാര്യം പറയട്ടെ, നിങ്ങളെ കൂടാണ്ട് വേറെ 2 ഫ്രണ്ട്സിൻ്റെ ഒപ്പം വന്നു വിചാരിക്കും. അങ്ങനെ അതാണ് മൊത്തം 2 സെറ്റ് കടി 3 ചായ പറയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആകെ 70 രൂപ ആവത്തുള്ളൂ. എന്നോട്ട് ഒരാൾക്ക് 2 കടി വെച്ച് കിട്ടുകയും ചെയ്യും. എന്നോട്ട് അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട്. 3 പേർക്ക് 70 രൂപയ്ക്ക് 2 കടി വെച്ച് കഴിക്കുകയും ചെയ്യാം. അതിന് 2 വെറൈറ്റി ഐറ്റംസ് കഴിക്കാം. ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് കൊച്ചിക്കോടെ നടക്കുന്നവർക്ക് ഈ ഒരു കട വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ട്രൈ നോക്കൂ.